ഇനി നമ്മൾ ഇതിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സാണ് കേട്ടോ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ കണ്ടുപിടിച്ചെടുക്കണം. നമുക്ക് കാണാം 1 2 3 4 5. അപ്പോൾ ഇവിടെയാണ് നമുക്കിതിൻ്റെ സെൻറ്റർ വരുന്നതെന്ന് മനസ്സിലായി അല്ലേ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത് അല്ലേ? നമ്മളതിൻ്റെ സെൻറ്ററിലേക്ക് അടിയിൽ നിന്ന് നൂലിടുക. നമ്മൾ മൂക്കിൻ്റെ പൊസിഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കുക. ഓക്കെ, കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് മൂക്കിൻ്റെ പൊസിഷന് വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് വലിച്ചെടുക്കുക. നമ്മൾ ബ്ലാക്ക് കീയാണ് എടുത്തിരിക്കുന്നത്. വലിച്ചെടുക്കുക. എന്നിട്ട് ഒരു പോയിൻ്റ് ഇവിടെ വിട്ടിട്ട്, ഓക്കെ കാണുന്നില്ലേ, ഒരു പോയിൻ്റ് നമുക്കിവിടെ വിട്ടിട്ട് ഇങ്ങനൊരു പൊസിഷനിൽ, ഓക്കെ, ഇങ്ങനൊരു പൊസിഷനിൽ നമുക്ക് തുന്നിക്കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നേരെ എടുത്ത് ഇതിൽ കൂടി കോർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ മൂക്കിൻ്റെ പകുതി പൊസിഷനായി. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് നോക്കിയിട്ട് ഇതിൽ കൂടെ താഴ്ത്തി എടുക്കാവുന്നതാണ്. നമുക്കിനി മൂക്കിൻ്റെ പൊസിഷൻ ചെയ്യണ്ടേ? ഇവിടെ ചെയ്തിട്ട് നമുക്കൊരു കൂട്ടം കൊണ്ട് ചെയ്യണ്ട്. ഇതിൽ കൂടെ എടുത്തിട്ട്, ഓക്കെ, ഇതിൽ കൂടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ പൊസിഷനിൽ കൂടി എടുക്കുക. എടുത്തിട്ട് ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്റ്റിച്ചിൽ കൊണ്ടുവരിക. ഓക്കെ, നമ്മുടെ പോളിഫില്ല് ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും അത് വലിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ വശത്തേക്ക് ഒരു കട്ടിപ്പുറത്തേക്ക് എടുത്തിട്ടല്ലേ, ഒരു വശം ഇങ്ങോട്ടും കൂടി എടുത്തിട്ട് നമുക്ക് ഈ കണ്ണിൻ്റെ തൊട്ടിപ്പുറത്തേക്ക്, ഓക്കെ, ഇവിടെ നിന്ന് എടുത്തിട്ട് കണ്ണിൻ്റെ തൊട്ടിപ്പുറത്ത് പൊടിക്ക് താഴെയായിട്ട് ഒരു പൊസിഷൻ കൊടുക്കാം. നമുക്കിനി രണ്ട് ചെറിയൊരു വര പോലെയാണ് കൊടുക്കേണ്ടത്, ഇവിടെ രണ്ട് വര പോലെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നേരെ താഴോട്ടിറക്കി, ഇത് കാണുന്നുണ്ടോ, ഇവിടെ നിന്ന് നേരെ താഴോട്ടിറക്കി വലിച്ചെടുക്കാം. നമുക്കൊരു രണ്ട് വര പോലെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടെ ഇത് ഇറക്കിയെടുക്കുക. നോക്കാം കറക്റ്റായിട്ടുണ്ടോ നോക്കാം. കറക്റ്റായിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചെടുക്കേണ്ടി വരും. കാരണം പോളിഫില്ല് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, ഞാൻ കുറച്ചും കൂടി തിന്നായിട്ടുള്ളതാണ് എടുക്കുമ്പോൾ, തിന്നായിട്ടുള്ളതാണ് ഞാൻ തന്നിരിക്കുന്നത്. ആ തിന്നായിട്ടുള്ളതാണ് എടുക്കുമ്പോൾ കുറച്ചും കൂടി അതിനൊരു ഭംഗി വരും കേട്ടോ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്ക് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഈ വശത്തേക്ക് എടുക്കുക. ഇവിടെയും ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് വലിച്ചെടുക്കുക. ചെറിയൊരു പൊസിഷൻ ചേഞ്ച് വന്നു. ചെറിയൊരു പൊസിഷൻ ചേഞ്ച് വന്നു. ഒരു മിനിറ്റ്, ഞാൻ കഴിക്കേണ്ട വരും. ഞാൻ അഴിച്ചിട്ട് ബാലൻസ് കാണിച്ചു തരാം. ഓക്കെ, നമ്മളത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആദ്യം പേന വെച്ച് ഒരു പെൻസിൽ എന്തെങ്കിലും ജസ്റ്റ് റേസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട്
വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ നമ്മൾ കറക്റ്റ് പൊസിഷൻ നോക്കണം, അതേ വശത്ത് തന്നെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്, ഇതിൻ്റെ തൊട്ട് താഴെയുള്ളതിലേക്ക്. നമുക്ക് നോക്കാം ശരിയാവുമെന്ന്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴോട്ടെടുക്കാം. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. ഇപ്പം നമുക്ക് ഈ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തത് കുറച്ചും കൂടി വലിയ കണ്ണാണ്. വലിയ കണ്ണ് വേണ്ട, ഞാൻ തന്നിരിക്കുന്ന കണ്ണ് തന്നെ, അത് കറക്റ്റായിട്ടുള്ള സൈസ് വരും. ഓക്കെ, നമുക്ക് അപ്പോൾ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ബ്ലഷൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി ബോഡി പാർട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ആയിക്കോളും. നമുക്ക് ഇനി ചെവി വെക്കാനുണ്ട്, ഇനിയും കംപ്ലീറ്റ് ലുക്കായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാൻ പോവാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഫേഷ്യൽ ഫീച്ചേഴ്സ് മാറ്റണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലെഗ് ചെയ്യാനായിട്ടാണ് പഠിക്കേണ്ടത്. നമ്മൾ വൈറ്റ് യാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലെഗ് ചെയ്യാൻ പോകുന്നത്. ലെഗ് ചെയ്യാൻ എളുപ്പമാണ്. മാജിക് റിങ് ചെയ്യുക, 8 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 2 മുതൽ 4 വരെയുള്ള റോയിൽ, എല്ലാ റോയിലും 8 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. പാറ്റേണിലുള്ളത് പോലെ തന്നെ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി 2 മുതൽ 4 വരെ, 2, 3, 4 അങ്ങനെ 3 റോയിൽ എന്ത് ചെയ്യണം, 8 സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യണം. ഞാനത് കാണിക്കുന്നില്ല, അറിയാവുന്നതായിട്ട്. ഞാൻ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഇതുപോലെ കാല് നമ്മൾ 2 എണ്ണം ചെയ്തുണ്ടാക്കണം. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം നീളം വെക്കണമെന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് തുന്നി ചേർക്കാനുള്ള നീളം മാത്രം ബാക്കി വെച്ചാൽ മതി. ഫാസ്റ്റൺ ഓഫ് ചെയ്യാണ്. ഈ ബാക്കിയുള്ള നൂല് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് സ്റ്റഫ് ചെയ്യണം. നമ്മളിപ്പോൾ ഫ്രണ്ട് ലെഗ് ചെയ്യാനായിട്ട് നമ്മൾ 4 റോ ചെയ്തില്ലേ, ഇതുപോലെ തന്നെ 8 സിംഗിൾ ക്രോഷ്യ മാജിക് റിങ് ചെയ്തിട്ട് 3 റോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള ലെഗും കൂടി ആയിക്കോളും. 3 റോ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട് ലെഗ് ചെയ്യാനായിട്ട് 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 4 റോ ചെയ്യണം. ബാക്ക് ലെഗ് ചെയ്യാനായിട്ട് നമ്മൾ 3 റോ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ലെഗ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാർട്ട് നമുക്ക് ബോഡിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം.